എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇതൊരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം മുഖത്തെ കണ്ടുകൊണ്ട് തന്നെ പറയാനായിട്ട് ഒരു ടാസ്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് ജിൻഡോ ടാസ്കിന്റെ ഭാഗമായിട്ട് വന്നതെന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടം ആ മനുഷ്യനോട് വീണ്ടും നമുക്ക് തോന്നുകയാണ്. ജിൻഡോ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന നാൾ മുതൽ ഒരുപാട് പേരെന്നെ മണ്ടനെന്നും പൊട്ടനെന്നും വിളിച്ചിരുന്നു. ആദ്യ സമയത്ത് 9 വോട്ടുകളൊക്കെ എനിക്ക് നോമിനേഷനിൽ കിട്ടിയിരുന്നു. ഈ അവസാന നാളോട് അടുക്കുന്ന സമയത്ത് അവസാന നോമിനേഷനിൽ പോലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. അത് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ കഴിവാണ്. അതുപോലെ തന്നെ പുറത്തൊരു പെൺകുട്ടി എന്നെ കാത്തിരിപ്പുണ്ട്. അവളെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കും. എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ കല്യാണം കാണുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ഒപ്പം കൂടെ കൂട്ടും. അവൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 രൂപയ്ക്ക് വരെയും ഹോട്ടലുകളിൽ ഛർദിൽ വാരാനായിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയും കഷ്ടപ്പാടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിക്കാനാണ് എനിക്ക് എന്നും ഇഷ്ടം. അമ്മയെ സങ്കടപ്പെടുത്താനായിട്ട് എനിക്കൊരു താല്പര്യവുമില്ല. അതുപോലെ തന്നെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഏതൊരു സന്ദർഭത്തിലും എത്ര വലിയ പ്രശ്നത്തിൽ ഏർപ്പെട്ടാലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി വിജയിക്കണമെന്നാണ് എന്നോട് അമ്മ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജിൻഡോ ഇങ്ങനെ നിന്ന് സംസാരിച്ചപ്പോൾ ആദ്യ നാളുകളിൽ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ബിഗ് ബോസിൽ ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ജിൻഡോന് സംസാരിക്കാൻ അറിയില്ല, ഗെയിം എന്താണെന്ന് അറിയില്ല, പൊട്ടനാണ്, മണ്ടനാണ്, എന്തൊക്കെയാണ് ആ മനുഷ്യനോട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കൂട്ടിയത്. ഈ ഒരു സമയത്ത് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പുറത്തു വരുന്ന കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നവരും ഒരുപോലെ പറയുകയാണ്, ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ജിൻഡോ ആണ്. ഏറ്റവും നല്ല രീതിയിൽ ബിഗ് ബോസിന്റെ ഗെയിം കളിക്കുന്നതും ജിൻഡോ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരെല്ലാവരും പറയുന്നുണ്ട്. ഈ ഒരു വളർച്ച ഒരു വലിയൊരു കാലയളവിൽ ഉണ്ടായതല്ല, വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തൻ്റെ ചിന്താശേഷി വളർത്തിയത് കൊണ്ടാണ് ജിൻഡോന് ഇത്രയും മനോഹരമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ ഈ പറയുന്ന ഗെയിം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിലൂടെ ഒരുപാടധികം ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് ജിൻഡോന് കിട്ടുകയുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആവാൻ മറ്റൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഈ സമയത്തില്ല. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്